ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതിയിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടുണ്ട്, ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് ഈ ക്ലാസ്സുകളിൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ടെൻസിന്റെ പേര് പഠിക്കേണ്ട ഒരു കാര്യമില്ല, കണപാഠമൊന്നും പഠിക്കാൻ ശ്രമിക്കരുത്. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇതുണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ ഹാസോ ഹാവോ വയ്ക്കും. സിംഗുലർ ആണെങ്കിൽ ഹാസ് വയ്ക്കും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വയ്ക്കും. അതിന്റെ കൂടെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, PP എഴുതിയിരിക്കുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. രണ്ട് വാചകങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആദ്യത്തേത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഹാവ് റിട്ടൺ. രണ്ടാമത്തേത് അതിന്റെ ചോദ്യം, ഞാൻ എഴുതിയിട്ടുണ്ടോ, ഹാവ് ഐ റിട്ടൺ. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ട് ചോദ്യം ഉണ്ടാക്കി. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ നെഗറ്റീവ് വാചകമാണ്. മൂന്നാമത്തെ വാചകം, ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയിട്ടില്ല, ഐ ഹാവ് നോട്ട് റിട്ടൺ. ഐ ഹാവ് നോട്ട് റിട്ടൺ. ഹാവ് നോട്ടിന്റെ ഷോർട്ട് ഫോം നമുക്കറിയാം, ഹാവിൻഡ് എന്നുള്ളതാണ്. ഹാവിൻഡ്. ഐ ഹാവിൻ റിട്ടൺ. ഐ ഹാവിൻഡ് റിട്ടൺ. അതാണ് കൂടുതൽ ഉപയോഗിക്കുക. ഐ ഹാവ് നോട്ട് റിട്ടൺ എന്നും പറയാം, പക്ഷെ നമ്മൾ കൂടുതലും ഈ ഷോർട്ട് ഫോം ഉപയോഗിച്ചാൽ മതി. ഐ ഹാവിൻ റിട്ടൺ എ ബുക്ക്. ഐ ഹാവിൻ റിട്ടൺ, ഞാൻ എഴുതിയിട്ടില്ല. ഐ ഹാവിൻ റിട്ടൺ എ ബുക്ക്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഐ ഹാവിൻ റിട്ടൺ എ ബുക്ക്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടില്ല. ഐ ഹാവിൻ റെഡ്, ഞാൻ വായിച്ചിട്ടില്ല. ഐ ഹാവിൻ സെൻഡ് എ ലെറ്റർ, ഞാനൊരു ലെറ്റർ അയച്ചിട്ടില്ല. ഐ ഹാവിൻ ടോട്ട്, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. ഐ ഹാവിൻ ടോട്ട് ദം. ഐ ഹാവിൻ ടോട്ട് ദം, ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല. ഐ ഹാവിൻ പ്രേഡ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഐ ഹാവിൻ ടേക്കൺ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ നിന്റെ പുസ്തകം എടുത്തിട്ടില്ല. ഐ ഹാവിൻ ടേക്കൺ യുവർ ബുക്ക്. ഐ ഹാവിൻ ടേക്കൺ യുവർ ബുക്ക്. ഐ ഹാവിൻ ഡൺ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ഹോംവർക്ക് ഇന്ന് ചെയ്തിട്ടില്ല. ഐ ഹാവിൻ ഡൺ മൈ ഹോംവർക്ക് ടുഡേ. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഏതെങ്കിലും വാക്കുകൾ, അർത്ഥമുള്ള വാക്കുകൾ കൂടിച്ചേർക്കുന്നത് കുറെ കൂടി നന്നായിരിക്കും. ഇതെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാ വെർബിന്റെ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിഞ്ഞില്ല എങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ല. അടുത്തത് വി, ഇതെല്ലാം പ്ലൂറൽ ആണ്. ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ. വി ഹാവിൻ റിട്ടൺ എ ബുക്ക്, ഞങ്ങളൊരു പുസ്തകം എഴുതിയിട്ടില്ല. വി ഹാവിൻ റെഡ്, ഞങ്ങൾ വായിച്ചിട്ടില്ല. വി ഹാവിൻ സെൻഡ് എ ലെറ്റർ, ഞങ്ങൾ ലെറ്റർ അയച്ചിട്ടില്ല. വി ഹാവിൻ ടോട്ട്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. വി ഹാവിൻ പ്രേഡ്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. വി ഹാവിൻ ടേക്കൺ, ഞങ്ങൾ എടുത്തിട്ടില്ല. വി ഹാവിൻ ഡൺ, ഞങ്ങൾ ചെയ്തിട്ടില്ല. അടുത്തത് യു, നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്, അവിടെ നിന്ന് എല്ലാറ്റിനും യു ആണ്. എപ്പോഴും പ്ലൂറലാ യു ഇംഗ്ലീഷില്. യു ഹാവിൻ റിട്ടൺ എ ബുക്ക്, നീ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. യു ഹാവിൻ റെഡ്, നിങ്ങൾ വായിച്ചിട്ടില്ല. യു ഹാവിൻ സെൻഡ് എ ലെറ്റർ, നിങ്ങൾ ഒരു ലെറ്റർ അയച്ചിട്ടില്ല. യു ഹാവിൻ ടോട്ട്, നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. യു ഹാവിൻ പ്രേഡ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. യു ഹാവിൻ ടേക്കൺ, നിങ്ങൾ എടുത്തിട്ടില്ല. യു ഹാവിൻ ഡൺ, നിങ്ങൾ ചെയ്തിട്ടില്ല. അടുത്തത് ദേ, ഇതുപോലെ തന്നെയാ. ദേ ഹാവിൻ റിട്ടൺ എ ബുക്ക്, അവർ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ദേ ഹാവിൻ റെഡ്, അവർ വായിച്ചിട്ടില്ല. ദേ ഹാവിൻ സെൻഡ് എ ലെറ്റർ, അവർ ലെറ്റർ അയച്ചിട്ടില്ല. ദേ ഹാവിൻ ടോട്ട്, അവർ പഠിപ്പിച്ചിട്ടില്ല. ദേ ഹാവിൻ പ്രേഡ്, അവർ പ്രാർത്ഥിച്ചിട്ടില്ല. ദേ ഹാവിൻ ടേക്കൺ, അവർ എടുത്തിട്ടില്ല. ദേ ഹാവിൻ ഡൺ, അവർ ചെയ്തിട്ടില്ല. അടുത്തത് മൈ ഫ്രണ്ട്സ്, ഇത് പ്ലൂറലാണ്. ഏത് പ്ലൂറൽ വാക്ക് ഇവിടെ ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഹാവിൻ ഉപയോഗിക്കും. മൈ ഫ്രണ്ട്സ് ഹാവിൻ റിട്ടൺ എ ബുക്ക്, എന്റെ ഫ്രണ്ട്സ് ഒരു പുസ്തകം എഴുതിയിട്ടില്ല. മൈ ഫ്രണ്ട്സ് ഹാവിൻ റെഡ്, എന്റെ ഫ്രണ്ട്സ് വായിച്ചിട്ടില്ല. മൈ ഫ്രണ്ട്സ് ഹാവിൻ സെൻഡ് എ ലെറ്റർ, എന്റെ ഫ്രണ്ട്സ് ലെറ്റർ അയച്ചിട്ടില്ല. മൈ ഫ്രണ്ട്സ് ഹാവിൻ ടോട്ട്, എന്റെ ഫ്രണ്ട്സ് പഠിപ്പിച്ചിട്ടില്ല. മൈ ഫ്രണ്ട്സ് ഹാവിൻ പ്രേഡ്, എന്റെ ഫ്രണ്ട്സ് പ്രാർത്ഥിച്ചിട്ടില്ല. മൈ ഫ്രണ്ട്സ് ഹാവിൻ ടേക്കൺ, എന്റെ ഫ്രണ്ട്സ് എടുത്തിട്ടില്ല. മൈ ഫ്രണ്ട്സ് ഹാവിൻ ഡൺ, എന്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുക, അത് മറക്കരുത്. ഇത് പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ ഒഴുക്കോടെ പറയാൻ പറ്റുള്ളൂ. മലയാളത്തിൽ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, ട്ടുണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഹാസ്, ഹാവ്, അതിന്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വയ്ക്കും. അങ്ങനെ കിട്ടുന്നത്. ഇത് മൂന്നാമത്തെ വാചകം നമ്മൾ കണ്ടു.
ആദ്യത്തേത് ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ. അതിന്റെ ചോദ്യം ഹാവ് ഐ റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇത് നെഗറ്റീവ് കണ്ടു. ഐ ഹാവ് ഇൻ റിട്ടൺ, ഞാൻ എഴുതിയിട്ടില്ല. ഇനി അടുത്തത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കോളൊക്കെ നടത്തി ഒരാളായിട്ടിരുന്ന് അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അർത്ഥമുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. കൂടെ വാക്കുകൾ കൂട്ടിച്ചേർക്കുക. പാസ്റ്റ് പാർട്ടിസിപ്പിളെ ഉപയോഗിക്കുക കൂടെ. അത് മറക്കരുത്. ആ ലിസ്റ്റിൽ ഉണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിള്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വെർബിന്റെ ലിസ്റ്റ് എല്ലാ ദിവസവും കുറച്ച് വേർബ്സ് പഠിക്കുക. 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. അതോടൊപ്പം പുതിയ വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്, ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷില് നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ.
നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ കാണുന്നത് വെർബുകളുടെ ലിസ്റ്റിലെ 14ാമത്തെ ലിസ്റ്റാണ്. വെർബുകളുടെ ധാരാളം ഫോംസിൽ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ഇത് ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവ അറിയാതെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും സ്പെല്ലിങ്ങിലും ഉച്ചാരണത്തിലും ഒരുപോലെ തന്നെയാണ്. പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്. പിന്നെ മറ്റൊന്ന്, പ്രസന്റ് ഫോമിന് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. സാധാരണ എസ്ഒ, ഇഎസ്ഒ, ഐഎസ്ഒ ഒക്കെ കൂട്ടിച്ചേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. Do, did, done, fall, fell, fallen, forget, forgot, forgotten, give, gave, given, forgive, forgave, forgiven, go, went, gone, hide, hid, hidden. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഈ 7 വെർബുകളും മൂന്ന് രീതിയിലാണ്. പ്രസന്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോമിൽ നിന്ന് വ്യത്യാസമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഇതിനുള്ള വെർബുകളൊക്കെ നമ്മൾ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്ക് തുടങ്ങാം. പ്രിഫർ, പ്രിഫേർഡ്, പ്രിഫേർഡ്, പുഷ്, പുഷ്ഡ്, പുഷ്ഡ്, റീച്ച്, റീച്ച്ഡ്, റീച്ച്ഡ്, റിയലൈസ്, റിയലൈസ്ഡ്, റിയലൈസ്ഡ്, remain, remained, remained, relax, relaxed, relaxed, rescue, rescued, rescued, remove, removed, removed, rinse, rinsed, rinsed, risk, risked, risked, ruin, ruined, ruined, shiver, shivered, shivered, slow, slowed, slowed, smell, smelled, smelled. സ്മെൽറ്റ്, സ്മെൽറ്റ് എന്നും കൂടി അതിന് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റർ, സ്റ്റേർഡ്, സ്റ്റേർഡ്, ട്രെയിൻ, ട്രെയിൻഡ്, ട്രെയിൻഡ്, ട്രസ്റ്റ്, ട്രസ്റ്റഡ്, ട്രസ്റ്റഡ്, ടിസ്റ്റ്, ടിസ്റ്റഡ്, ടിസ്റ്റഡ്, വിപ്പ്, വിപ്ഡ്, വിപ്ഡ്, യാൺ, യാൺഡ്, യാൺഡ്, യെൽ, യെൽഡ്, യെൽഡ്, സപ്പോർട്ട്, സപ്പോർട്ടഡ്, സപ്പോർട്ടഡ്. അപ്പൊ ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. അതുകൊണ്ട് ഇവയെല്ലാം പഠിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില വെർബുകൾ പ്രസന്റ് ഫോമിൽ സിംഗുലർ എഴുതുമ്പോൾ ഐ ഇ എസ് നോ അല്ലെങ്കിൽ ഇ എസ് നോ ഒക്കെ ആയിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഡു, ഡസ് അല്ലെ, ഇ എസ് നേർത്താണ് സിംഗുലർ ഉണ്ടാക്കുന്നത്. ചില വെർബുകളുടെ പാസ്റ്റ് പാർട്ടിസിപ്പിളിലൊക്കെ അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നുണ്ടാകും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എഴുതുന്നത് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയാണ്. ഓക്കെ.